പാവം അമ്മ അച്ഛനെ എന്നെ കൂടെ ഒന്ന് മീൻ മേടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതായിരുന്നു. തണുപ്പെന്ന് വിളിച്ച് ഇപ്പൊ ചൂടെടുത്തിട്ട് ഇരിക്കാനും നിൽക്കാനും വയ്യാത്ത അവസ്ഥയായി. ശീതുട്ടി ഇവിടെ ഉടുതുണിയെല്ലാം ഊരി കളഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഷട്ടിലേക്ക് തട്ടുന്ന വെറൈറ്റി മീൻ എന്താണെന്ന് പറഞ്ഞ് നോക്കിയെന്ന അമ്മ അവസാനം ബ്ലിങ്കസിയായി. അമ്മ ഇപ്പൊ പറഞ്ഞത് ഇവർക്കൊക്കെ ഏത് വിടക്കും പോവും, അതിന്റെയൊക്കെ കൈയും കാലും കണ്ടാലും തിന്നാൻ തോന്നുമല്ലോ എന്ന്. അപമാനിതയായ ഞണ്ട് എന്നെ ഒന്ന് കറി വെക്കാതിരിക്കാൻ പറ്റുമോന്ന്. ഞണ്ട് കണ്ടപ്പോ മുതൽ നാക്ക് നടച്ചുകൊണ്ടിരിക്കുന്ന എന്റെ മോന്റെ കയ്യിൽ നിന്ന് ഞണ്ട് രക്ഷപ്പെടാനോ കൊള്ളാം. ഞണ്ട് വൃത്തിയാക്കുന്നതിനിടയ്ക്ക് കൊതുക് കടിച്ചപ്പോ ഒന്ന് പുകയിട്ടാൻ പറഞ്ഞതാണ്. ദേണ്ട അമ്മ എന്റെ മൂട്ട് തന്നെ കൊണ്ടുവന്ന് പുകയിട്ടിട്ടുണ്ട്. ചട്ടി കിടക്കുന്ന സാധനം കടിക്കോ എന്തായാലും പറഞ്ഞ് ദേണ്ട ശീലോട്ട് നോക്കിയിരിപ്പുണ്ട് കേട്ടാ. ആദ്യം തന്നെ ഞണ്ടിനെ കയ്യിൽ പിടിച്ചിട്ട് അതിന്റെ ഉടുതുണി എല്ലാം വലിച്ചു ഇങ്ങോട്ട് കളയാം. ഞണ്ടിനെ കണ്ടാൽ അവനൊരു ഫീഗറിനാണെങ്കിലും എന്നാൽ വൃത്തിയാക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഈ ഞണ്ട് പൊട്ടിക്കുമ്പോ അതിനകത്ത് മഞ്ഞ കളറിരിക്കുന്ന സാധനത്തിന് പൊന്നെന്ന് തങ്കന്ന് ഏണ്ടൊക്കെ പറയും, പക്ഷെ ഞാൻ എടുക്കൂല കേട്ടോ. അമ്മ ഞണ്ട് കഴിക്കില്ലെങ്കിലും എനിക്ക് സവാളയൊക്കെ വൃത്തിയാക്കി തരുന്നുണ്ട് കേട്ടോ. കൂടുതൽ പരിപാടിയും ഡെക്കറേഷൻ ഒന്നും ഇല്ല. ഒരു സവാള, ഒരു തക്കാളി, 2 പച്ചമുളക്. ചീതുട്ടിക്ക് ഞണ്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞ് ദേണ്ട ഇവിടെ നിന്ന് പഴം കഴിച്ചോണ്ടിരിക്കും. ഇന്നത്തെ നമ്മുടെ ഞണ്ട് കുക്കിംഗ് നമ്മുടെ ടെന്റ് ഹൗസിൽ വെച്ചിട്ടാണ്. അടുപ്പിൽ വെച്ച് വിറകെല്ലാം കത്തിപ്പിടിക്കുമ്പോൾ ദേണ്ട അടിപൊളി ഒരു മൺപാത്രം അങ്ങെടുത്ത് വെക്കണേ. സത്യം പറഞ്ഞാൽ എണ്ണ ചൂടാകുമ്പോഴാണ് കറിവേപ്പില ഇടേണ്ടത്, പക്ഷെ ഞാൻ എപ്പോ ഇട്ടാലും എണ്ണ ചൂടാവാറില്ല. ഇനി വേണ്ട വെട്ടിക്കൂട്ടി വെച്ചേക്കുന്ന അൽക്കുലത്തെ സാധനങ്ങൾ ഇട്ട് കൊടുക്കണേ. അങ്ങനെ ഇട്ട സാധനങ്ങളെല്ലാം കൂടെ എണ്ണയിലിട്ട് വഴറ്റിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തോണ്ട് മറന്നുപോയി. ഇനിയിപ്പൊ അതൊക്കെ എടുത്ത് വൃത്തിയായിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സാധനം കരിഞ്ഞു. അതുകൊണ്ട് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാന്ന് വിചാരിച്ചിട്ടാ. ഇനി ഈ വാരി വരച്ചിടുന്നത് എന്താന്ന് മാത്രം ചോദിക്കരുത്. ചിക്കൻ മുതൽ മട്ടൺ വരെ എന്തൊക്കെ സാധനങ്ങൾ നോൺ വെജിൽ ഉണ്ടാക്കുമോ അതിലൊക്കെ ഇടുന്ന മസാലപ്പൊടികളെല്ലാം ഞാൻ വാരി വലിച്ചിട്ടുണ്ട്. ഇനി മസാല കുറഞ്ഞതെന്ന് ആരും പറയില്ലല്ലോ. പിന്നെ നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കുന്ന ഞണ്ടും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് വെൽ. അങ്ങനെ അടുപ്പേ കിടക്കുന്ന ഞണ്ടിന്റെ കണ്ണിലും കിടങ്ങാൻ വേണ്ടിയിലും എല്ലാം മസാലകൾ കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേണ്ട ഇതൊരു പാത്രം വെച്ച് അടച്ചങ്ങോട്ട് വെക്കണേ. ഇനി ഞാൻ ഇവിടെ കിടന്ന് എന്താണ് തപ്പിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഇവിടെ ഒരു കുഴലുണ്ടായിരുന്നു. ഓടക്കുഴലല്ല കേട്ടോ, അടുപ്പയിൽ തീ ഊന്ന കുഴല്. ഇനി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ പുതിയ ചട്ടിയാണെന്ന് നോക്കൂല, ഞണ്ട് അടിയിൽ പിടിച്ച് കരിഞ്ഞിരിക്കും. ഇനി നോൺ വെജ് മാത്രം ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വന്ന ടെസ്റ്റർ ഇവിടെ എത്തിയിട്ടുണ്ടേ. എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോഴേക്കും 1 മാസത്തേക്ക് മേടിച്ചിട്ട് പാലപ്പൊടി കൊണ്ട് ചെയ്തിട്ട് തന്നെ മൊത്തത്തിൽ ഫാഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. രാത്രിയിൽ ഞണ്ടിന്റെ കൂടെ കഴിക്കാൻ നല്ല ചൂട് ദോശയാണ് കേട്ടോ. ഞണ്ട് കണ്ടു കഴിഞ്ഞാൽ എന്റെ മോന് വല്ലാത്ത വിശപ്പാണ്. അതുകൊണ്ട് ആദ്യം അവന് തന്നെ കൊടുക്കാം. എനിക്ക് പിന്നെ പൊതുവെ വിശപ്പിന്റെ അസുഖം ഉള്ളതുകൊണ്ട് എന്നാ പിന്നെ ഞാനും കഴിച്ചേക്ക് ഒരു ദോശയെന്ന് വിചാരിച്ചു. അപ്പൊ ചൂടാറുന്നതിന് മുന്നേ ഞാൻ ഞണ്ടുകറിയും ദോശയും കൂടെ തട്ടട്ടെ. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാം കേട്ടോ. ടാറ്റാ.